എൻ്റെ പേര് ഐശ്വര്യ കെ വിശു. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ കമ്പനിയുടെ പേര് ജൂയിസ് പാരോസ് OPC പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാനിവിടെ കീഡിൻ്റെ അണ്ടറിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അതിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ഇന്ന് തീരുകയാണ്. ഞങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ബിസിനസ് നമുക്ക് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ആരെ കോൺടാക്ട് ചെയ്യണം, എന്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ഒരു ഏകദേശം ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഐഡിയ തന്നതിൽ ആദ്യം ഞാൻ കീഡിനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കറിയാതെ എവിടെ പോയി അപ്ലൈ ചെയ്യണം, അത് എങ്ങനെ എടുക്കണം, എന്തൊക്കെ അതിന് കസ്റ്റംസ് ക്ലിയറൻസ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ പിഴവുകൾ, ഇതെല്ലാം ഏകദേശം ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് എൻ്റെ ബിസിനസ്സിൽ അത് എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതുപോലെ ഈ പറഞ്ഞ പോലെ പല ബിസിനസ് ഐഡിയയും അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും എവിടെ തുടങ്ങണമെന്ന് അറിയാണ്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങളുടെ തന്നെ സർക്കിളിലും അല്ലെങ്കിൽ പൊതുവേ പുറത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പറയുന്ന കീഡ് പോലെയുള്ള, അതായത് എൻ്റർപ്രണർഷിപ്പിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കീഡ്. അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനത്തോട്ട് പല ക്ലാസ്സുകൾ, അതായത് ഫ്രം ദ ബിഗിനിങ് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്താണ് ഐഡിയ, എങ്ങനെ ഐഡിയ ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷേ ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയില്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ആ ഐഡിയ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിന് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ഗവൺമെൻറ്റായിട്ട് കുറേ പ്രൊസീജിയേഴ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ടാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതെങ്ങനെയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എവിടെ എടുക്കണം എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ ഫ്രം ബിഗിനിങ് ഇവിടെ വന്നപ്പോൾ എനിക്ക് യാതൊരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവരുടെ ബേസിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതും ഈ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തലത്തിലോട്ട് വന്നതുപോലും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ പറയുന്ന സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ കീഴിൽ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും നിങ്ങളുടെ ആശയത്തെ ഒരു ബിസിനസ്സായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ എത്രയും നന്നായി വളരാൻ ഇവരുടെ സപ്പോർട്ട് തേടുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു.